നല്ലതുണ്ട്, നന്നായി ജീവിക്കുന്നുണ്ട്. അവിടെ ആ ജോലിയിൽ, ആ സ്ഥാപനത്തിൽ, ആ രാജ്യത്ത് എത്രയോ പേർ, അയ്യോ പറയാൻ തന്നെ എന്തൊരു സന്തോഷമാണ്. പക്ഷെ അവിടെ എത്തിയിട്ടും, ആ ജോലി ചെയ്തിട്ടും, ആ സ്ഥാപനത്തിൽ തന്നെ ജോലി കിട്ടിയിട്ടും നല്ലതൊന്നും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം നല്ലതൊന്നും കാണുവാൻ കഴിയുന്നില്ല. അതെ, ഒരുപാട് പേർ രക്ഷപ്പെട്ട കോഴ്സാണ് പിള്ളേരെ പഠിപ്പിച്ച്. ആ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും, രക്ഷപ്പെടും. ഒരുപാട് പേർ രക്ഷപ്പെട്ടു, നല്ല നിലയിലിരിക്കുക. പക്ഷേ എൻ്റെ തലമുറകൾക്ക് മാത്രം നല്ലത്, അവരുടെ ജീവിതത്തിൽ മാത്രം നല്ലത് കാണുവാനില്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയാൽ, അവിധത്തിലൊരു വിവാഹം നടന്നാൽ ലൈഫ് സെറ്റിലാകും. ജോലിയുള്ള ചെക്കൻ, നല്ല കുടുംബം, എല്ലാം നല്ലതാ. ഒരുപാട് പിള്ളേർ സന്തോഷത്തോടെ അങ്ങനെയുള്ള ഭവനങ്ങളിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മകൾ ചെന്ന് കയറി, എൻ്റെ മകന് വിവാഹം നടന്നു, നല്ലത് അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ഇല്ല. നല്ലത് കാണുവാൻ കഴിയുന്നില്ല. ഇല്ലാത്തത് കൊണ്ടല്ല, ഉണ്ട്. ഒത്തിരി പേർ അതനുഭവിച്ച്, ആ നല്ലത് നന്മയായി അനുഭവിച്ച് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം നല്ലത് കാണുവാൻ, നല്ലത് കണ്ട് അനുഭവിക്കുവാൻ കഴിയുന്നതേ ഇല്ല. വല്ലാത്ത ഭാരമാണ്. ഒരു വശത്ത് പലരുടെയും ജീവിതത്തിൽ കാണുമ്പോൾ സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് ദുഃഖം. എന്തൊരവസ്ഥയല്ലേ. അതെ, തളർന്നു പോകേണ്ട, ഭാരപ്പെട്ടു പോകേണ്ട. നീ പ്രതീക്ഷിക്കുന്ന ആ നല്ലതിലേക്ക് ഇന്ന് എൻ്റെ യേശു നിൻ്റെ കണ്ണ് തുറക്കും. ആ നല്ലത് ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ട് നീ സന്തോഷിക്കുന്ന, നിനക്കില്ലാത്തത് കൊണ്ട് ചിലപ്പോഴെങ്കിലും അസൂയപ്പെടുന്ന ആ നല്ലതിലേക്ക് എൻ്റെ യേശു നിൻ്റെ കണ്ണ് തുറക്കുവാൻ പോവുകയാണ്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ രാത്രിയിലും അതെ, നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് കാണുന്ന, അതെ, ആ അനുഭവങ്ങളുടെ തുടക്കമായി മാറുവാൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട് കൊതിച്ച, നിങ്ങളും പ്രതീക്ഷിച്ച ആ നല്ലതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട് തുടങ്ങുന്ന ദിവസമായി മാറുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് മറച്ചു വയ്ക്കാതെ നിങ്ങളോട് പറഞ്ഞു. അതെ, നിങ്ങൾ ആ നല്ലത് കാണുവാൻ പോവുകയാണ്. അതേന്നെ, ആ നല്ലത് നിങ്ങൾ കാണുവാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഈ പ്രവചനദൂത് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഈ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. യേശു മനസ്സലിഞ്ഞു അവരുടെ കണ്ണ് തൊട്ടു. ചോദ്യം, അതെ, നിങ്ങളിൽ നിന്ന് തന്നെ ഈ പറയുന്നത് സത്യമാണോ ദൈവദാസനെ? ഇനി അത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമോ? കാരണം ഇങ്ങനെ ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു, പരാജയപ്പെട്ടു, നല്ലത് കാണുവാൻ കഴിയാത്തവരായി മാറി. ഇന്ന് പലപ്പോഴും പലരുടെയും വാക്കുകൾക്കൊപ്പം നിങ്ങളുടെ ചിന്തകളും മാറിപ്പോയിരിക്കുന്നു. എനിക്ക് ഇതിനൊന്നും യോഗ്യതയില്ല, ഞാനിങ്ങനെയൊക്കെ തന്നെ. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ലത് കണ്ടും കേട്ടും പറഞ്ഞും എൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മകളെക്കുറിച്ച് പരിതപിച്ച് നരകജീവിതം ജീവിച്ച് തീർക്കേണ്ട അത് തന്നെ. അതാണ് എൻ്റെ വിധി, അതാണ് എൻ്റെ തലയിൽ എഴുത്ത്. എൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കത്തില്ല, അതിനുള്ളതൊന്നും ഇല്ല, അങ്ങനെയുള്ള കഴിവൊന്നും എനിക്കില്ല. അത് കേൾക്ക്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, യേശുവിന് നിങ്ങളോട് മനസ്സലിവ് തോന്നുന്നത് കൊണ്ട്. ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ സന്തോഷത്തോടെ പറയട്ടെ, നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ യേശു
മനസ്സലിഞ്ഞിട്ടുണ്ട്. എൻ്റെ യേശുവിന് മനസ്സലിഞ്ഞത് കൊണ്ട് ആ നല്ലത് നിങ്ങൾ കാണുവാൻ പോകുക. അതെ, ഇന്ന് വരെ കാണുവാൻ കഴിയാത്ത, ഇനി ഒരിക്കലും കാണുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത ആ നല്ലത്, അതെ സഹോദര സഹോദരി, ആ തൊഴിലിടത്തിൽ ആ നല്ലത് നീ കാണുവാൻ പോകുക. മനുഷ്യനും പിശാചും നിന്റെ കണ്ണിന് മറച്ചു വച്ച ആ നല്ലത്, അതെ നീ കാണരുതെന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് മറച്ചു വച്ച ആ നല്ലതിലേക്ക് എൻ്റെ യേശു നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. നോക്കൂ, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. സ്തോത്രം. അവരതുവരെ കാഴ്ചയില്ലാത്തവരായി, മീൻസ് കാണുവാൻ കഴിയാത്തവരായി ആയിരുന്നു. ഈ സംഭവങ്ങളുടെ തുടക്കം 20-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം മുതലാണ്. കർത്താവായ യേശു ക്രിസ്തുവും ഒപ്പം ശിഷ്യന്മാരും യെരിഹോവിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിയരികിൽ ഭിക്ഷ യാചിച്ചിരിക്കുന്ന 2 കുരുടന്മാർ യേശുവിനെ കണ്ടു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സുപരിചിതമായ വേദഭാഗം തന്നെ. അപ്പോൾ എവിടെയാണ് ഇവർ ഭിക്ഷാടനത്തിനായിരുന്നത്? ഒരുപാട് ആൾക്കാർ കടന്നു വരുന്ന സ്ഥലത്ത്. സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു ഉത്സവത്തിൻ്റെ മൂടാണ്, അല്ലേ? ചിരിക്കുന്നു, കളിക്കുന്നു, സന്തോഷിക്കുന്നു. അങ്ങനെയുള്ളിടത്തല്ലേ ഭിക്ഷക്കാർ. അല്ലാതെ മരണ വീട്ടിൽ പോയി ആരെങ്കിലും ഭിക്ഷ യാചിക്കാൻ നിൽക്കത്തില്ല. സന്തോഷമുള്ളിടത്ത്. അപ്പോൾ അവിടെ സന്തോഷമുണ്ട്. സന്തോഷം മാത്രമല്ല, ആൾക്കാരുടെ കയ്യിൽ ക്യാഷുണ്ട്, പണമുള്ളിടത്താണ് സന്തോഷമുള്ള സ്ഥലം. ആൾക്കാരുടെ കയ്യിൽ ക്യാഷുള്ള സ്ഥലം, ആൾക്കൂട്ടമുള്ള സ്ഥലം, പരസ്പരം ഇംപ്രസ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി മനോഹരമായ വസ്ത്രങ്ങൾ അണിയുന്ന സ്ഥലം, വീതിക്ക് ചുറ്റും മനോഹരമായ തീവെട്ടികളുള്ള, വർണ്ണവിളക്കുകളുള്ള സ്ഥലം, ബാൻഡ് വാദ്യങ്ങളുള്ള സ്ഥലം, പലതും കണ്ട് എൻജോയ് ചെയ്യുവാൻ തക്ക വിധത്തിൽ ഉള്ള സ്ഥലം. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ ആയിരിക്കുന്ന 2 വ്യക്തികൾ ഇതെല്ലാം ചുറ്റുമുള്ളപ്പോഴും ഒന്നും കാണുവാൻ കഴിയാത്തവരായി, നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയട്ടെ, എല്ലാം ഉണ്ട്, എല്ലാം അനുകൂലമാണ്. പക്ഷേ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജയിക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ജോലി കിട്ടുന്നില്ല. അതല്ലേ സങ്കടം? അത് പറഞ്ഞാൽ പലരും കളിയാക്കുന്നേ. മോനെ കേൾക്ക്, മോളെ, നിനക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലി തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക, നീ ആ ജോലിയിലേക്ക് പ്രവേശിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അത് കാണിക്കത്തില്ല എന്നും, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ, അങ്ങനെ ഒരു ജോലിയിൽ നിന്നെ എത്തിക്കത്തില്ല എന്ന് വാദിക്കുന്ന മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലമാകട്ടെ, തകർത്തുകൊണ്ട് എൻ്റെ യേശു നിന്നെ ആ തൊഴിൽ കാണിക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അങ്ങനെ ഒന്ന് നീ കാണിക്കത്തില്ല എന്ന് വാദിക്കുന്നവരുടെ മുൻപിൽ അനുഗ്രഹിക്കപ്പെട്ട ആ തൊഴിൽ, ആ രാജ്യത്ത്, ഓ സ്തോത്രം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിസ, ക്യാഷ് ഒരുപാട് അടയ്ക്കണം, അവിടെ പോയാൽ എങ്ങനെയാണെന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ അവിടെ എത്തും, നീ ആ രാജ്യം കാണും, നീ ആ സ്ഥാപനം കാണും, ആ സ്ഥാപനത്തിൻ്റെ നന്മ നീ കാണും, ആ ജോലിയിലെ നന്മ നീയും നിൻ്റെ കുടുംബവും അനുഭവിക്കും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. ആഗ്രഹമുണ്ട്, പക്ഷേ അയ്യോ സ്കോർ വേണം, അല്ലേ? IELTS പ്രോഫിറ്റ്, അയ്യോ ഇതൊക്കെ എഴുതി പറ്റുമോ? അതൊക്കെ എഴുതിയവർ അവരുടെ ലൈഫ് സെറ്റിലായി, അവരുടെ കഷ്ടപ്പാടിനും കണ്ണുനീരിനും ഒക്കെ അറുതിയായി. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് സങ്കടത്തോടെ ആയിരിക്കുന്നു. നീ ആ രാജ്യം കാണും, നീ ആഗ്രഹിക്കുന്ന ആ സ്ഥാപനം, ആ പൊസിഷൻ നീ കാണും, ആ നന്മകൾ നീ കാണും. ഓ താങ്ക് യു ലോർഡ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ട് നീ കൊതിച്ച, പലപ്പോഴും നിനക്ക് അസൂയ തോന്നിയ ആ നന്മ നീ കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. നീ ആ നന്മ കാണും, നീ ആ നന്മ അനുഭവിക്കും. സ്തോത്രം. ഇത് വെറും വാക്കല്ല. പ്രഷർ ഫാമിലി, ഇന്ന് നിങ്ങൾക്കൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തമാക്കുന്നത്
നിങ്ങൾ കേട്ടതുപോലെ നിരവധി ദൂതുകൾ ഒത്തിരി പേർ കേട്ടതുകൊണ്ടും അവരുടെ ജീവിതത്തിൽ അവരെ കാണിക്കത്തില്ല എന്ന് ശത്രു വാദിച്ചതിനെ ദൈവം അവരെ കാണിച്ചതുകൊണ്ടുമാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, അനേകരുടെ ജീവിതത്തിൽ ശത്രു അവരോട് പറഞ്ഞതാ, നിന്നെ കാണിക്കത്തില്ല, അവിടെ എല്ലാം ഉണ്ട്, പക്ഷേ നീ അവിടെ പോകത്തില്ല, നീ അവിടെ എത്തത്തില്ല. മാതാവേ, നിൻ്റെ മക്കളോട് ശത്രു വെല്ലുവിളിക്കുന്നൊരു വെല്ലുവിളിയുണ്ട്. നിന്നെ ഒന്നും പുറത്ത് വിടത്തില്ലടാ, നീയൊന്നും രക്ഷപ്പെടത്തില്ല. നീയൊക്കെ എത്ര പഠിച്ചാലും അവളുടെ മോനാണല്ലോ, അവൻ്റെ മോനാണല്ലോ, ആ കുടുംബത്തിൽ ജനിച്ചവനാണല്ലോ, നീ അവിടെ ഇരുന്നാൽ മതി. സ്തോത്രം. പിശാചി ചില മനുഷ്യരിലൂടെ വെളിപ്പെട്ട് അവരുടെ വാക്ക് നീ കേൾക്കുന്നുണ്ട്. ചില ദുഷ്ട മനുഷ്യരുടെ വാക്ക്, അവിടെ ഇരുന്നാൽ മതി, അവളുടെ മോനല്ലേ അവിടെ ഇരുന്നാൽ മതി, അവളുടെ മോളല്ലേ അവിടെ ഇരുന്നാൽ മതി, അതിൽ നിന്ന് പുറത്തു വരണ്ട. കേൾക്ക്, അவ்விധത്തിൽ ഇരുത്തപ്പെട്ടു പോയ നിരവധി പേരെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ആ നന്മ കാണുന്നവരാക്കി മാറ്റുവാൻ ഞങ്ങളെ കർത്താവ് പ്രാപ്തരാക്കിയെങ്കിൽ നീയും ഇന്ന് ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നീയും നിന്റെ തലമുറകളും നിന്റെ കുടുംബവും ആ നന്മ കാണും. ആമേൻ. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ഇവിടെ ചുറ്റും ഇതെല്ലാം ഉണ്ട്. അയ്യോ, കൊതി തോന്നുക, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ആളുകൾ ഇത്ര സന്തോഷിക്കുന്നതിൻ്റെ കാരണം, ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷിച്ചു പോകുമ്പോൾ നിനക്ക് കൊതിയാ, എനിക്കിതുപോലെ ഒന്ന് എൻ്റെ ഭർത്താവിനൊപ്പം എൻ്റെ ഭാര്യയ്ക്കൊപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുപോലെ കൊതിയാ. പക്ഷെ അത് കാണുവാൻ അല്ലാത്ത സങ്കടമല്ലേ. എനിക്ക് മാത്രം ഇതൊന്നും കാണുവാൻ വിധിയില്ല. നീ ആ സന്തോഷം കാണുക. നിൻ്റെ കണ്ണ് അതെ മറ്റുള്ളവരുടെ ജീവിതത്തിലല്ല, നിൻ്റെ ജീവിതത്തിൽ ആ സന്തോഷം കാണുവാൻ പോകുക. നീയും നിൻ്റെ ഭർത്താവും നീയും നിൻ്റെ ഭാര്യയും നീയും നിൻ്റെ മക്കളും നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ യേശുവിൻ നാമത്തിൽ നിന്നോട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എൻ്റെ യേശു ആ നല്ലത് നിന്നെ കാണിക്കും. ആ നല്ല കാലം നിന്നെ കാണിക്കും. ആ നല്ല കാലത്തിൽ നീ ജീവിക്കും. ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ കെട്ടിച്ചുവിട്ട ആ മക്കൾ അവിടെ നല്ലതൊന്നും കാണുവാനില്ല. സങ്കടമോ, ഫോൺ വിളിക്കുമ്പോഴൊക്കെ കരയുക പിള്ളേർ. അയ്യോ അമ്മ, ഞാൻ വിചാരിച്ചതുപോലെ അല്ല, പപ്പാ ഞാൻ കരുതിയതുപോലെ അല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സങ്കടമല്ലേ. അവിടെ അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ കാണുവാൻ പോകുക. നിന്നോടുള്ള ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിൻ്റെ മക്കൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കും. അതെ, അത് തന്നെ. എങ്ങനെ ഒരു രാജകുമാരിയെ പോലെ, ഒരു റാണിയെ പോലെ ആ ഭവനത്തിനകത്ത് ഇന്ന് അവൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന അനുഭവത്തിലായിരിക്കുന്നുണ്ട്. ഇട്ടിട്ട് ഓടിപ്പോകുന്ന അനുഭവത്തിലായിരിക്കുന്നുണ്ട്. കേൾക്ക്, ഒരു റാണിയെ പോലെ നിൻ്റെ തലമുറ അവിടെ വാഴുവാൻ പോവുക. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ചുറ്റുമുണ്ട്, പക്ഷേ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവരാ സന്തോഷം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നത് നാണയത്തുട്ടുകൾ മാത്രം. ചെറിയ നാണയത്തുട്ടുകൾ, ചെറിയ എന്തെങ്കിലും സന്തോഷിക്കുന്നവർ ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടമുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ കഷ്ടത്തിലായിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അയ്യോ പ്രശ്നമാണോ, ജോലിയില്ലായ്മ ആണോ, അയ്യോ പോട്ട് സാരമില്ല, ശരിയാവും കേട്ടോ, ഇങ്ങനെ സഹതപിക്കുന്ന, നമ്മുടെ സങ്കടത്തിൽ ആശ്വസിപ്പിക്കുന്ന. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുന്നവർ, നിന്ദിക്കുന്നവർ, അവരൊക്കെ നമുക്ക് ക്ഷമിച്ചു വിടാം. പക്ഷേ ഈ സഹതപിക്കുന്നവന്മാരെ എപ്പോഴും സൂക്ഷിച്ചോളണം. യുവന്മാരെ പോലെ കള്ളന്മാർ ലോകത്തിൽ വേറെ ഇല്ല. ആമേൻ. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്നും നിങ്ങളുടെ ഇല്ലായ്മ കണ്ട് സഹതപിച്ചുകൊണ്ടിരിക്കുക. അയ്യോടാ പാവം, എന്ത് ചെയ്യാൻ, ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെ ലോകം. ഈ സഹതാപം പുള്ളികളുണ്ടല്ലോ, അവരെ നാണയത്തൊട്ടിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയൊന്നുമല്ല, നല്ലവരുമുണ്ട്. ഞാൻ പറഞ്ഞത് ബൈബിളിലുള്ള കാര്യം. നോക്കിയേ, ഈ നാണയങ്ങൾ ഇട്ട് കൊടുക്കുന്നവർ തന്നെ ഇവന്മാർ, യേശുവേ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഈ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നടത്തണമേ എന്ന് നിലവിളിച്ചപ്പോ മിണ്ടാരിടാണ്. ഇത് തന്നെ. സഹതപിക്കാൻ ആളുണ്ട്. നീ പ്രാർത്ഥിച്ച, നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നാൽ വിധം മാറും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ സഹതപിക്കുന്നവർ കുഴപ്പക്കാരാ. സഹതാപം, നിങ്ങൾക്കാരുടെയും സഹതാപം വേണ്ട.
മനസ്സലിവുള്ള ഒരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. താങ്കിലോട് യേശുവിൻ നാമത്തിൽ. നിങ്ങൾക്ക് വേണ്ടി സഹതപിക്കുന്നവരുടെ മനസ്സ് അലിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിങ്ങനെ മറ്റുള്ളവരുടെ സഹതാപം അനുഭവിച്ചായിരിക്കേണ്ടി വരുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സഹതപിച്ചതുകൊണ്ട് കാര്യമില്ല, മനസ്സലിവുണ്ടാകണം. അത് ഈ ലോകത്തിലെ മനുഷ്യർക്കില്ല. എന്നാൽ മനസ്സലിവുള്ള ഒരേ ഒരുവൻ നിൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട്, നിൻ്റെ കണ്ണുനീർ കണ്ട്, നിൻ്റെ അവസ്ഥ മാറ്റുന്ന, ഇരുൾ നിറഞ്ഞ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ മാറ്റുന്ന, നല്ലതൊന്നും കാണുവാനില്ലാതെ, നന്മ അനുഭവിക്കുവാൻ കഴിയാതെ, നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന നിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ തക്കവണ്ണം മനസ്സലിവുള്ള ഒരു യേശു ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വന്നിട്ടുണ്ട്. നിൻ്റെ അവസ്ഥ മാറുക. ആ ഇരുട്ട് പിടിച്ച അവസ്ഥ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ചുറ്റുപാടുകളെല്ലാം ഓക്കെയാണ്, പക്ഷെ ഇവന്മാർ മാത്രമാണ് പ്രശ്നത്തിൽ. അവര് വിളിക്കുക, യേശുവേ ഒന്ന് വിളി, യേശുവേ എന്നോട് മനസ്സലിയണം, യേശുവേ എൻ്റെ കണ്ണുനീർ കാണണം, യേശുവേ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞതിനപ്പുറം എൻ്റെ വായിൽ നിന്ന് ഏറ്റവും അധികം പുറത്തു വന്നിട്ടുള്ള ശബ്ദം ഇതായിരിക്കും. ഏത് സമയത്തും യേശുവേ യേശുവേ, സന്തോഷമുള്ളപ്പോഴും വിളിക്കും യേശുവേ, സങ്കടമുള്ളപ്പോഴും വിളിക്കും യേശുവേ. ആ വിളിക്ക് ഇതുവരെ മറുപടി ഇല്ലാതെ പോയിട്ടില്ല. പലരെയും നീ വിളിച്ചിട്ടുണ്ടായിരിക്കാം, പല പേരുകളും പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരിക്കാം. തൊട്ടടുത്തുള്ളവർ, ഒരുപാട് ദൂരത്തുള്ളവർ. പക്ഷേ പല കാതുകളിലും ആ ശബ്ദം വീഴാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പല കാതുകളിലും വീണിട്ടും നീ ആഗ്രഹിച്ചൊരു പ്രതികരണം ആ ശബ്ദം കേട്ടവരിൽ നിന്നുണ്ടാകാതിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, യേശുവേ എന്നൊന്ന് വിളിക്കുവാൻ തയ്യാറാണോ? എൻ്റെ യേശു നിൽക്കും, എൻ്റെ യേശു നിൽക്കും. നോക്കൂ, 32 വാക്യത്തിൽ യേശു നിന്നു. അവരുടെ ശബ്ദം കേട്ട് യേശു നിന്നു. യേശു അവരോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആൾക്കൂട്ടത്തെ പോലെയല്ല. ആൾക്കൂട്ടം നാണയത്തുട്ടുകൾ ഇട്ട് കൊടുത്തു, കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിച്ചതിന്. അങ്ങനെ യേശു നാണയത്തുട്ടുകൾ ഇട്ട് തന്ന് പോകുന്നവനല്ല. യേശു നിൽക്കും. യേശു നിനക്ക് വേണ്ടി നിൽക്കും. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു നീ നിലവിളിച്ചാൽ നിനക്ക് വേണ്ടി നിൽക്കും. അവൻ ആൾക്കൂട്ടത്തിനൊപ്പം, ആൾക്കൂട്ടത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീങ്ങിപ്പോകത്തില്ല. നീ നിലവിളിക്കുന്ന സ്ഥാനത്ത് യേശു നിനക്ക് വേണ്ടി നിൽക്കും. നിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ, നിൻ്റെ സാഹചര്യത്തെ മാറ്റുവാൻ യേശു ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ആമേൻ. ആരെങ്കിലും ഇവർ യാചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കുമോ? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സഹോദരി, നീ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കല്ലേ നിൻ്റെ ഭർത്താവിൽ നിന്ന്, നിൻ്റെ ഭാര്യയിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന്, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ സഭയിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കല്ലേ? പക്ഷേ കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? അറിയാം, ആ വാക്കൊഴികെ ബാക്കിയെല്ലാം പറയും. ആമേൻ. എന്താണ് നമ്മുടെ ആവശ്യമെന്ന് ആർക്കും അറിയണ്ട. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ്, അതാ ഈ സഹതാപത്തിൻ്റെ കുഴപ്പം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ച് അങ്ങ് പോകും. എന്താണ് നിൻ്റെ ആവശ്യം? നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് വേദനപ്പെട്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? എന്താ നിൻ്റെ സങ്കടം? ഇതാരും ചോദിക്കത്തില്ല. പക്ഷേ യേശു ചോദിക്കും. എൻ്റെ യേശു ചോദിക്കുക, മോനെ, മോളെ, എന്താ നിൻ്റെ സങ്കടം? പറ. ആമേൻ. യേശുവിൻ്റെ ശബ്ദം ചിലർ കേൾക്കുക. യേശു നിന്ന് നിന്നോട് സംസാരിക്കുക. എന്താ നിൻ്റെ സങ്കടം? എന്താ നിൻ്റെ വേദന? എന്തിനാ നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്താ നീ ആൾക്കൂട്ടത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയത്? എന്താ ആ സന്തോഷത്തിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത? യേശു ചോദിക്കുക, അതിന് ഞാൻ എന്ത് ചെയ്തു തരണം? നിനക്ക് എന്തു വേണം? ആ മനുഷ്യൻ മടി കൂടാതെ പറയുക, നാണയത്തൊട്ടുകളല്ല, ലോകത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല എൻ്റെ യേശുവിനോട് നിങ്ങൾ ചോദിക്കുവാനുള്ളത്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതൊന്നും നിങ്ങൾ യേശുവിനോട് ചോദിക്കേണ്ട. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6:33,
അവിടെ വചന വിഭേദത്തിൽ പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടതൊക്കെയും എൻ്റെ യേശു തരും. മുൻപേ അവൻ്റെ രാജ്യവും ദൈവരാജ്യവും ആ ദൈവരാജ്യത്തിലെ നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ. സ്തോത്രം. ആമേൻ. അതെന്തിനാ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നേ? ഈ ലോകത്തിൽ എന്ത് തിന്നണം, എന്തുടുക്കണം, എന്ത് കുടിക്കണം, അതൊക്കെയാ ചോദ്യം. ബൈബിൾ പറയുന്നു അത് ചോദിക്കണ്ട, നീ ദൈവത്തെ അന്വേഷിച്ചാൽ മതി, അതൊക്കെയും നിനക്ക് അവൻ തരും. ആമേൻ. അർത്ഥം, ലോകത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കണ്ട. ലോകത്തിൽ ചുറ്റും കൂടിയ ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഓരോ തവണ അയ്യാ, അമ്മ, അപ്പാ, വല്ലതും തരണേ എന്ന് നിലവിളിക്കുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? നാണയത്തൊട്ടുകളാണ്, വലിയ നാണയങ്ങൾ, മൂല്യമുള്ള നാണയങ്ങൾ. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ അവരുടെ ആവശ്യം നാണയത്തൊട്ടുകളല്ല. യേശുവിൻ്റെ അടുക്കൽ നിൻ്റെ ആവശ്യം ലോകത്തിൽ മനുഷ്യർ നിനക്ക് തരുന്നതിൻ്റെ വലുതോ ചെറുതോ ആയിട്ടുള്ളതൊന്നും ആയിരിക്കരുത്. ആമേൻ. നിൻ്റെ ജീവിതം മാറുന്നത് അവരെ പോലെ ആകുവാൻ വേണ്ടത് നീ യേശുവിനോട് ചോദിക്കുക. നിനക്കൊപ്പമുള്ളവർ അവർ കാണുന്നത് കാണുവാൻ വേണ്ടത് അതേ ആ സന്തോഷങ്ങളിലേക്ക്, ആ അനുഗ്രഹങ്ങളിലേക്ക് കണ്ണ് തുറക്കുവാൻ യേശുവിനോട് പറയൂ. യേശുവേ, എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ആ സന്തോഷം കാണണം. യേശുവേ, എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ആ നന്മ അനുഭവിക്കണം, കണ്ടനുഭവിക്കണം. എനിക്ക് ആ രാജ്യത്ത് ജോലി ചെയ്യണം, എനിക്ക് അങ്ങനെയുള്ള ജോലി കിട്ടണം, എൻ്റെ മക്കളിങ്ങനെ അനുഗ്രഹിക്കപ്പെടണം, അവരെ ആ രാജ്യത്തിലെത്തിക്കുവാൻ കഴിയണം, അവർക്ക് ആ തൊഴിലുണ്ടാകണം, അവർക്ക് ആ റിസൾട്ട് ഉണ്ടാകണം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർക്കുണ്ടാകണം, അവർക്ക് ഉദരഫലങ്ങൾ ജനിക്കണം, ഞങ്ങൾക്ക് ഭവനം വയ്ക്കണം, വസ്തു വാങ്ങണം, വാഹനങ്ങൾ വാങ്ങണം, ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങൾക്ക് നന്മ ഉണ്ടാകണം, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ ആർക്കും പിൻപിലാകുവാൻ ഇടവരുത്തരുത്. യേശുവേ, ഈ സന്തോഷങ്ങൾ ഞങ്ങൾക്കും വേണം. നിങ്ങൾക്ക് ചുറ്റുമുള്ള സന്തോഷം, അങ്ങ് സഞ്ചരിക്കുന്ന വഴികൾക്ക് ചുറ്റുമുള്ള സന്തോഷം. ഓ, താങ്ക് യു ലോർഡ്. അപ്പോൾ ചിലർ പറഞ്ഞുകൊണ്ട് വരും, ദൈവദാസരിങ്ങനെ ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്, യേശു സഞ്ചരിക്കുന്ന ലോകം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ആ സന്തോഷം വേണം. നീ യേശുവിനോട് പറയൂ, ആമേൻ, യേശുവേ, അതെനിക്ക് വേണം, എൻ്റെ യേശു നിനക്കത് തരും. അതാ വചനം പറയുന്നത്. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണ് തൊട്ട് അവർ കാഴ്ച പ്രാപിച്ചു. അവർ കണ്ടു, അന്ന് വരെ കേട്ട ശബ്ദങ്ങളുടെ മനോഹാരിത അവർ കണ്ടു. ഇന്ന് വരെ നീ കേട്ടത് നീ കണ്ട് അനുഭവിക്കുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. നീ ഇന്ന് വരെ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ, ഓ, കിട്ടിയവരൊക്കെ പറഞ്ഞ് നീ കേട്ടിട്ടുണ്ട്, ഇനി നീ കണ്ട് അത് അനുഭവിക്കുവാൻ പോകുക, അതിലേക്ക് നീ പ്രവേശിക്കുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. നിന്റെ ജീവിതത്തിൽ അതുണ്ടാകുവാൻ പോകുക, നിന്റെ ശുശ്രൂഷയിൽ അതുണ്ടാകുവാൻ പോകുക. നീ കേട്ടത് വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ശുശ്രൂഷയിൽ അതുണ്ടാകുവാൻ പോകുക. യേശുത്തോട് നിന്റെ ബിസിനസ്സിൽ നീ കേട്ടിട്ടുണ്ട്, പല ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് നീ കേട്ടാണ് നീ ഒരു ബിസിനസ് തുടങ്ങിയത്. പക്ഷെ കേൾവി മാത്രമായി പോയി, നീ അത് കാണുവാൻ പോകുക. താങ്ക് യു ലോർഡ്. കേട്ടറിഞ്ഞിട്ടാണ് നീ അവിടെ എത്തിയത്, പക്ഷെ കേൾവി മാത്രമായി നീ അത് കാണുവാൻ പോവുകയാണ്. നീ കേട്ടറിഞ്ഞ പല സന്തോഷങ്ങൾ നീ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ നിനക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. നീ അത് അനുഭവിക്കുവാൻ പോവുക. ആർ യു റെഡി? യേശു നിൽക്കും. യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ. നിനക്കൊപ്പം ചേർന്ന് നിലവിളിക്കുവാൻ, പ്രാർത്ഥനയോടെ നിലവിളിക്കുവാൻ, ഇരുട്ടിലേക്ക് വീണു പോകാതെ യേശു ഉള്ളയിടത്ത് നിന്നെ ഉറപ്പിച്ച് നിർത്തുവാൻ പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാപിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. അതേനെ, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇനി ആ ഇരുട്ടിന് നിങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം വെളിച്ചത്തിൻ്റെ നാഥൻ, ലോകത്തിൻ്റെ വെളിച്ചമായവൻ
നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വെളിച്ചമായവനൊപ്പമായിരിക്കുന്നവർപ്പം നിങ്ങളായിരിക്കുന്നു. മതിയാക്ക് വായടയ്ക്ക് ഇല്ല, ഞങ്ങൾ പറയത്തില്ല. കാരണം ആ സന്തോഷം നിങ്ങളുടേതുമാണ്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് പിന്നിലെ സന്തോഷം നിങ്ങളുടേതുമാണ്. നിങ്ങളത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ആ സന്തോഷത്തിൻ്റെ ഉടയവൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഭൂമിയെയും മനോഹാരിതയിൽ നിർമ്മിച്ചാക്കിയിരിക്കുന്ന ദൈവം നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം കേൾക്കുന്നവരായി മാത്രമല്ല, അനുഭവിക്കുന്നവരായി അത് നിങ്ങളുടെ സ്വന്തമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പമുണ്ടെന്നേ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനും വിടുതൽ പ്രാപിക്കുവാനും കഴിയും. ഇനി നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ കടന്നു വരിക. കുടുംബമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. ഇരുട്ട് വെളിച്ചത്തിന് വഴിമാറും. എന്തെങ്കിലുമല്ല, ലോകം തരുന്ന എന്തെങ്കിലുമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ തരും. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ ആരാധന നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ താഴെ. അവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡുണ്ട്, ഒരു പുരാവസ്തു പോലെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിനടുത്ത്. ഈസിയാണ് കണ്ടുപിടിക്കുവാൻ. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഓർക്കുക, വൈകുന്നേരം 3 മണി മുതൽ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഇവർ കണ്ട്, ഇവർ കേട്ട്, അറിഞ്ഞ് കൊതിക്കുന്ന ഒത്തിരി നന്മകൾ ഇന്നും ഇവർക്ക് തീണ്ടാപ്പാടകലെയായിരിക്കുമ്പോൾ, കണ്ട് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സ്വന്തമാക്കുവാനും കഴിയാതെ ആയിരിക്കുമ്പോൾ, യേശുവേ അങ്ങ് മനസ്സലിഞ്ഞ് ഇവർക്ക് ആ സന്തോഷത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്ത കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇരുട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇവരിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി അടിയൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരം തൊട്ട് ആ ഇല്ലായ്മയ്ക്ക് അങ്ങ് പരിഹാരം വരുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ ഇവർക്ക് നൽകണമേ. ജോലി സംബന്ധമായുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ, ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ, ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ജോലികൾ ചെയ്തവർ ജീവിക്കട്ടെ. ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് നിരാശയോടെ ആയിരിക്കുന്ന മക്കളുണ്ട്. യേശുവേ, നല്ല ജോലികൾ നൽകി മാനിക്കണമേ അപ്പ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ കർത്താവെ. ജോലി സ്ഥലത്ത് പല പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. വർധനവിനായി ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. മറ്റ് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളിലേക്ക് കടന്നു പോകട്ടെ. വർധനവും വിശാലതയും അവിടെ ഉണ്ടാകട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരാട്ടങ്ങളും അഴുകി മാറട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ജോലിക്ക് പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. എത്തപ്പെട്ട സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വിസിറ്റിംഗ് വിസകളിൽ കടന്നുപോയി വെറുതെ പൈസ കളഞ്ഞു എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, യേശുവേ, നഷ്ടപ്പെട്ടവരായി മടങ്ങുവാൻ അനുവദിക്കരുത്. എല്ലാ കാത്തിരിപ്പുകൾക്കും അറുതി വരട്ടെ. വിശാലത ആഗ്രഹിച്ച് IELTS, പ്രോമെട്രിക്, OET എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ, യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. വിശാലത വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളിലേക്ക് ഇവർ നടന്നു കയറട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. സ്പോൺസർമാരുണ്ടാകട്ടെ. ലൈസൻസുകൾ കിട്ടട്ടെ. സ്തോത്രം. പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ച് പല രാജ്യങ്ങളിലും കടന്നുപോയവർ, സ്തോത്രം. അപ്പോൾ ജോലി ചെയ്യുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണം. ഇവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ഇല്ലായ്മ മുഖാന്തരം അനുഭവിക്കുന്ന എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കടഭാരവും മാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴുകി മാറട്ടെ. യേശുവേ, ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശോപ്പ, ഇപ്പോൾ വേഗത്തിലോടുന്ന വചനം അയച്ച് അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. മാംസത്തിൽ വ്രണങ്ങൾ വരുന്ന, പുറത്തു പറയുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ട് കർത്താവ് സൗഖ്യമാക്കി. താങ്ക് യു ലോർഡ്. തലയിൽ കുരുക്കൾ വരുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാക്കുക. എല്ലാ ആർത്തറൈറ്റീസ് രോഗങ്ങളും മാറുക. എല്ലാ ജോയിൻറ്റ് പെയിനുകളും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ട് എല്ലാ ബ്ലീഡിങ്ങുകളും നിൽക്കുക. താങ്ക് യു ലോർഡ്. തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക്. ജനിതക രോഗങ്ങളിൽ നിന്ന് സ്വർഗം അങ്ങ് പിടിവിച്ചാട്ട് ഹൈപ്പർ ആക്ടിവിറ്റീസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്ന കർത്താവ്. അധികാരത്താൽ അത് സംഭവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ ഡിപ്രഷനും മാറിപ്പോകട്ടെ.
ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ, ആങ്സൈറ്റീസ് മാറിപ്പോകട്ടെ, സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ, എല്ലാ അശുദ്ധാത്മാക്കളും രോഗത്തിന് കാരണമായ അശുദ്ധാത്മാക്കൾ നീങ്ങിപ്പോകട്ടെ. ചികിത്സ ഫലിക്കാതെ ചികിത്സയുടെ റിസൾട്ടിനെ തടയുന്ന അശുദ്ധാത്മാക്കൾ സർജറികൾ ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ, സർജറിയില്ലാത്ത സൗഖ്യം സ്വർഗമങ്ങ് നൽകുന്ന കൃപയ്ക്കായി ആമേൻ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. മുൻപോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. എക്സാമുകൾ എഴുതുന്നു, നല്ല റിസൾട്ടുകൾ നൽകിയവരെ അനുഗ്രഹിച്ചോട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. താങ്ക് യു ലോർഡ്. വിവാഹങ്ങൾ നടക്കട്ടെ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിലേക്ക് ഇതിൽ ചേർന്ന് വരട്ടെ. കുടുംബത്തിനകത്ത് കലഹകാരണമായ മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി ഉപയോഗങ്ങൾ, ദൈവമല്ലാത്ത വഴികൾ, ദൈവമല്ലാത്ത ജീവിതങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാ ദുർനടപ്പും അശുദ്ധിയും മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. സിവിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ തീർപ്പുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഭവനങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഭവനങ്ങൾ ഇവർക്ക് നൽകണമേ അപ്പ. ഇവർ വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ഇവർ നന്മ അനുഭവിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്തായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കണമേ. പല നിലകളിൽ ബാധിക്കപ്പെട്ട് വിദേശത്തും സ്വദേശത്തും കേസുകളിൽ പെട്ടായിരിക്കുന്നവർ തീർപ്പുണ്ടാകട്ടെ, പുറത്തു വരട്ടെ. അടച്ചുറപ്പിച്ച വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാത്ത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.